ഷോപ്പിംഗ് എവിടെ നോക്കിയാലും ഈദ് ഷോപ്പിംഗ് ആണ്. ഇന്ന് ഈദ് ഷോപ്പിംഗിന്റെ അവർ കുഞ്ഞ് കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈദ് വന്ന ഉടനെ കൂടുതലായിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് കഫ്താനാണ്. അതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ളത്. ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് കളക്ഷൻ ആണെങ്കിലും നോക്കാൻ ഹൈഫൈ ലുക്കാണ്. എന്തിനാ ഈ ഷോർട്ട് പ്രൊമോ നോക്കുന്നേ? ഫുള്ള് വീഡിയോ നോക്കാം വാ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഷോപ്പിംഗ് പോകണം. ഡ്രസ്സിൻ്റെ ഒരു പ്രൊമോഷനാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരത്തെ എൻ്റെ ഇൻസ്റ്റ വേലാണ് കേട്ടോ പ്രൊമോഷൻ വന്നത്. സോ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാനും ഉമ്മാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിലേക്ക് പോകും, കാരണം അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുട്ടികൾ കൂട്ടി പോയാൽ. സോ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ആക്കട്ടെ. 4000 ബിൽ വന്ന് നിൽക്കണം. നോമ്പല്ലേ, ഭയങ്കര ഹീറ്റാണ്. AC ഒക്കെ ഇട്ടപ്പോൾ അത്രയ്ക്ക് ബില്ല് വന്നു. അപ്പോൾ നമ്മൾ എക്സ്പ്രസസ് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് പോകുന്നുണ്ട്. ബിസ്മിൽ കൂട്ടി പോകുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് പോയിന്ന്. എൻ്റെ സ്ലിപ്പർ ബാട്ടൻ്റെ സ്ലിപ്പറാണ് ഇടുന്നത്. ബാട്ടൻ്റെ സ്ലിപ്പറാണ് ഇന്നിടുന്നത്. കാരണം വേറെന്തോ മറന്ന പോലെ ഉണ്ടല്ലോ എനിക്ക് അവിടെ പോയ ശേഷമാണല്ലോ ഓർമ്മ വരുന്നത്. പിന്നെ മൊബൈൽ എടുത്തിക്കണം, ക്യാഷ് എടുത്തിക്കണം, പിന്നെ ATM KTM ഒന്നുമില്ല എൻ്റെ അടുത്ത്. പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ മാത്രമാണ്. ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ. ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ കൂടുതലായിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ ഞാൻ അംബാനി ഒന്നല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റോഡിൽ വന്നിട്ടാ നമ്മളെ ബിൽഡിംഗ് അടുത്ത് വന്നു. ചത്തലെന്ന് പറഞ്ഞു. സോ വേഗം ചെയ്യണം. ഓക്കെ, ആൾ വന്ന് നിൽക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുന്നു എന്ത് പ്രൊമോഷനാണ് ഇത്രയും ചെറിയ ചാനലെന്നൊക്കെ. കർണാടകയിൽ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കന്നഡയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു പേജിലാണ് കേട്ടോ എനിക്കിങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസ് വരുന്നത്. എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിൽ ഡെയിലി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുമായി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയറും ചെയ്യുന്നത്. സോ ചിലതൊക്കെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോ ഒക്കെ വന്നാൽ ചില ആൾക്കാരൊക്കെ ഹൈഡ് ചെയ്യും, പക്ഷെ ഞാൻ അതൊക്കെ ഹൈഡ് ചെയ്യുന്നില്ല. സോ ഞാനിവിടെ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഡ്രസ്സ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു ഡ്രസ്സായിരിക്കും. ഞാൻ അതിന് മുമ്പൊന്നും അന്വേഷിച്ചില്ലായിരുന്നു കേട്ടോ, കാരണം ഒത്തിരി എനിക്ക് വ്ളോഗ് എടുക്കുന്ന തിരക്കായിരുന്നു. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കഫ്താൻ ആയിരുന്നു കേട്ടോ. കഫ്താൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നല്ല മെറ്റീരിയൽ ആൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്രയൊക്കെ അഫോർഡബിൾ റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ അഫോർഡബിൾ റേറ്റ് ആണെന്നുള്ളത്. ഇവിടെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാം ഒരു അടിപൊളിയായ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് നോക്കിയപ്പോൾ. കഫ്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ ആണ്. എനിക്ക് അത്ര കഫ്താനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഓൾറെഡി ഇട്ടിട്ട് എനിക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫാറ്റ് ഉള്ള ആൾക്കാർക്ക് ഇനിയും അത് കൂടുതലായിട്ട് ഫാറ്റായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ കഫ്താനൊക്കെ ചൂസ് ചെയ്യാത്തത്. ഇട്ട ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ വിയർ ചെയ്ത് കാണിക്കുന്നതിൽ എനിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലായിട്ടുള്ള ഒരു പാസിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, കഫ്താൻ പോലെ തന്നെയാണ് ഷോർട്ട് ടോപ്പായിട്ട്. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഡ്രസ്സ് എടുക്കുന്നത്. രണ്ടാമത് ഇതൊരു കഫ്താൻ മെറ്റീരിയലുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇത് എനിക്ക് എത്ര ഒരു രസം കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ ഇതിലെ കുറച്ചാണ് അവർ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. കുറച്ച് ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ ഒരു സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിൽ ചെയ്യുന്ന ഷോപ്പല്ല, ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ഷോപ്പായിരുന്നു കേട്ടോ. 2 days ആയിട്ടുള്ള മാത്രമാണ് ഇവർ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട്. മഞ്ചേശ്വരിലെ ആൾക്കാരതാണ്. ഇവർ ഏത് ഡിസൈനിലും ഏത് മോഡൽ ഡ്രസ്സും ഇവർ സ്റ്റിച്ച് ചെയ്ത് തരും. വിതിൻ 7 daysലാണ് ഇവർ സ്റ്റിച്ച് ചെയ്ത് തരുന്നത്. ഞാൻ വിചാരിച്ചു ഞാനൊരു ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഓൾറെഡി ഞാൻ പുതിയതായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾട്രേഷൻ ചെയ്യണം, കുറച്ച് റസാക്കി മാറ്റണം. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഡ്രസ്സ് വാങ്ങുന്ന ഷോപ്പായിരിക്കും, ഡ്രസ്സ് ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ. എല്ലാം ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടായത്. എല്ലാം ഒരു കുറച്ച് ഡ്രസ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നുകൊന്ന് അടിപൊളിയായിരുന്നു. പിന്നെ കോസ്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഫോർഡബിൾ ആണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ സീസൺ ആണ്, എല്ലാ പ്ലേസിലും കോസ്റ്റ്. ബ്ലോക്കാവുന്നു ഗൈസ്. ബ്ലോക്ക് അവരൊന്നും ഇപ്പിച്ചതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇതില്ല, എന്താണ് പാർക്കിംഗ് എവിടെ ഇല്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് വേണം. എന്താ ചെയ്യുക?
നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് എവിടെ വയ്ക്കും. ഗോൾഡ് ഷോപ്പാണ്, ഒന്ന് മാത്രമല്ല. എന്തായാലും നമുക്ക് നോക്കാം. പോയതല്ലേ എന്താണ് പക്ഷേ ഇത് ഈ നാടാണ് കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ. ഇതാ ആ സ്കൂൾ യൂണിഫോം കണ്ട, ഞാൻ പഠിച്ച സ്കൂളാണ് അതൊക്കെ. ഇതല്ല, ഇതവിടുന്ന് ഇംഗ്ലീഷ് മീഡിയമാണ്, ഞാൻ കന്നഡ മീഡിയമാണ് പഠിച്ചത്. SCS സ്കൂളിലാണ്. നല്ല രസമല്ല ഇതേപോലെ ടൗണിൽ നടന്ന് കൊണ്ടുവരുന്ന ആ സമയം നിമിഷം. അന്നും ഈ സ്വർണ്ണ കട ഉണ്ട്, ഇന്നും ഉണ്ട്. കുറച്ച് ചേഞ്ചസ് ആയിക്കണം റോഡിൻ്റെത്. പിന്നെ ഇതൊക്കെ കുറച്ച് ചേഞ്ചസ് ആണ്, പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അവിടെ അതിന് മുമ്പ് ഇവിടെ ഒന്ന് ഫുള്ള് ഒരു വീട് പോലെ ഉണ്ടായത്. പിന്നെ ഞാൻ സെലൂൺകൊക്കെ വരുന്നത് ബൺടോളാണ്. ഇപ്പോഴല്ലേ മാംഗ്ലൂർ സൈഡെല്ലാം പോയത്. ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ ഒരു 7 കിലോമീറ്റർ ഉണ്ട്. ഒരു 15 to 20 minutes ട്രാവലുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷ ബസ്സിലൊക്കെ വരും ടൗണിലേക്ക്. പിന്നെ ഇവിടെ ജാത്രയൊക്കെ നടക്കും ഇയർലി. ആ ജാത്ര സമയത്തൊക്കെ ഇങ്ങനെ കുറച്ച് റേറ്റിലൊക്കെ സാധനം കിട്ടുമല്ലോ. ഫുള്ള് റഷ്. രഥോത്സവം എന്നൊക്കെ പറയും. ഇവിടുത്തെ ദേവസ്ഥാന ഏരിയ ആണ് കേട്ടോ. 2-3 ദേവസ്ഥാനമൊക്കെ ഉണ്ട്, ടെമ്പിളൊക്കെ ഉണ്ട്, വെങ്കട്ടരമണ എന്നൊക്കെ. അപ്പോൾ ആ ടെമ്പിൾ രഥോത്സവം വലിയ ഇവിടെ റോഡിലൊന്നും പോകാൻ പറ്റില്ല, വലിയ രഥാക്കിയിട്ട് ഇങ്ങനെ നടക്കും. ആ ടൈമിലൊക്കെ സൈഡിലൊക്കെ ഷോപ്പാണ്. ബസ്സൊക്കെ പോകുമ്പോൾ ഒരു കൺസിസ്റ്റൻസി ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ബസ് നിന്ന് പോവാം. പിന്നെ സ്കൂൾക്ക് ഫുള്ള് 7 to 8 days രഥോത്സവ. ആ തേര് ടൈമിലൊക്കെ ലീവാണ്. അപ്പോൾ തേര് രഥോത്സവം എന്നൊക്കെ പറയും. നല്ല രസമാണ് ആ ഒരു മൂമെൻ്റല്ല, ചൈൽഡ്ഹുഡ് മൂമെൻ്റല്ല. നിങ്ങളോട് ഇപ്പോൾ പറയാൻ എനിക്ക് ഒരു സന്തോഷമാണ് കേട്ടോ. അല്ലാഹു റബ്ബി, മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് ആ ലൈഫ് മതിയായിരുന്നു, ഈ ലൈഫ് വേണ്ടെന്ന് തോന്നുന്നു സംടൈംസ്. അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ലൈഫാണ്. പിന്നെ ഞാനവിടെ നിർത്തിക്കുക വണ്ടി. ഇതിൻ്റെ വണ്ടിയാണ്, ഹണ ഡ്രിങ്ക്സ് ചീര അതല്ല. പിന്നെ വീട്ടിൽ പോയിട്ട് നോമ്പിൻ്റെ പ്രിപ്പറേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും നോമ്പിൽ ചോദിക്കട്ടോ. ഡ്രസ്സ് ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, ഷോർട്ട് ഇടൂല. ഞാനൊരു ചെറിയ പാട്ടായിട്ട് ഇടട്ടോ, പ്രൊമോഷൻ വീഡിയോ. അവിടെ എന്താ മെയിനാണെന്ന് അറിയോ? മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഈദ് കളക്ഷനായിട്ട് അവർ ജസ്റ്റ് ഒരു കുറച്ച് കളക്ഷൻസ് വെച്ചതാണ്. പിന്നെ കഫ്താനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഇത്തിരി ഒരു കോസ്റ്റ് കൂടുതലാണോ എന്നുള്ളൊരു എനിക്ക് ഫീൽ തോന്നി കേട്ടോ. ഇതെന്തെങ്കിലും ദൂൽ കാണുന്നത് കോസ്റ്റ് കൂടുതലാണെന്നുള്ളത്. പിന്നെ ഫീലല്ല, കൂടുതലാണ്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ പാസ് എന്തോ പറഞ്ഞു, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അത്ര. ഓക്കെ, അതൊന്നും ലൈഫ് ലോങ് ഇട്ടാലൊന്നും ആവില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അതെല്ലാം ഒരു വാല്യൂഡ് റീസൺ എന്ന് പറയാം. പക്ഷെ കോസ്റ്റ് ഒരു കാലി കഫ്താനൊക്കെ 3,000 എബോവ്, അത് എനിക്ക് അഫോർഡബിൾ എന്ന് തോന്നിയില്ല. എത്ര മെറ്റീരിയൽ ഓക്കെ ആണെങ്കിലും ഞങ്ങൾ ഒരു പ്രാവശ്യം ഇടുന്ന ആൾക്കാരാണ്, ഒരു പ്രാവശ്യം ഇല്ലെങ്കിൽ 2 പ്രാവശ്യം. പിന്നെ വീട്ടിലുള്ളിൽ ഇട്ട് നടക്കുന്ന ആൾക്കാരാണ് ഡ്രസ്സൊക്കെ. അപ്പം അത്രയ്ക്ക് കൊടുത്തിട്ട് വേണമെന്നു. പിന്നെ അങ്ങനെയാണ് പ്രൊമോഷൻ. പിന്നെ അവരെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ട്, അത്ര സ്റ്റിച്ചൊക്കെ. ഡ്രസ്സ് എന്തൊക്കെ മോഡൽ, നമ്മളെ മൈൻഡിലുള്ള മോഡലൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവർ എന്ത് ചെയ്യും, റെഡിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് 7 days തരുമെന്ന് പറഞ്ഞത്. പിന്നെ എവിടെ പോയാലും കാർ പാർക്കിങ്ങിൻ്റെ പ്രശ്നമല്ല. അവിടെ കാർ പാർക്കിംഗ് ഇല്ലായിരുന്നു. ആ സൈഡിൽ വണ്ടിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായി. പക്ഷേ ഓക്കെ, എന്തായാലും എല്ലാവരും വളരട്ടെ, ഒരു ബിസിനസ്സാണ്, വളരണം. പക്ഷെ എന്തായാലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ മണ്ടത്തര കാണിക്കാതിരിക്കുക. അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ പ്രോഫിറ്റ് ഹൈ ആയിട്ട് നോക്കിയാലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടൊക്കെ ഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ അവർ ബിസിനസ് റൺ ആവില്ല. നമ്മൾ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ്, അതായത് നമുക്കൊരു 100 ഇല്ലെങ്കിൽ 200 rupees ലാഭത്തിൽ കൊടുത്താലുണ്ടല്ലോ, നമുക്ക് കസ്റ്റമേഴ്സാണ് മെയിനായിട്ട് വേണ്ടത്. ഒരു തവണ നമ്മൾ കസ്റ്റമർ നമുക്കൊരു പെർമനൻ്റ് ആയാലും, പിന്നെ ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ എന്നെല്ലാം തോന്നിയാൽ സോ അവർ നമുക്കൊരു പെർമനൻറ്റ് കസ്റ്റമർ ആവും. ആ സമയത്ത് നമുക്ക് ഒരു 500 കൂട്ടിയിട്ട്, അതായത് ഫ്യൂച്ചറിൽ ഒരുപാട് ഓർഡർ വരുമ്പോഴത്തേക്കോ 500 ഇല്ലെങ്കിൽ 300 കൂട്ടിയിട്ട് നമുക്ക് കൊടുക്കുമ്പോഴും നമുക്ക് അവർ കസ്റ്റമേഴ്സ് ഉണ്ടാവും, നമുക്ക് ലോസും വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. ഒരു ഷോപ്പ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹൈ ആയിട്ട് ഇട്ടാൽ അത് ഓർത്ത് നമുക്ക് കണ്ണിക്ക് കാണുമ്പോൾ തന്നെ കുത്തും, പിന്നെ പോകാൻ കേൾക്കില്ല, അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണെന്നുള്ളത്. ചെറിയ ഷോപ്പാണെങ്കിലും ഏത് ഷോപ്പാണെങ്കിലും അങ്ങനെ
പറഞ്ഞതാണ്. മോളല്ലല്ലോ, മോളിലെ ഇപ്പം ഞങ്ങൾക്ക് CC മോളിൽ തന്നെ പോയാൽ കയറിയാൽ അറിയാം ഇത് ഇത്ര കോസ്റ്റിലൊക്കെ റേറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിന് ആവശ്യമൊന്നുമില്ല, എത്ര റേറ്റിൻ്റെ ഡ്രസ്സ് ഇടുന്ന ആവശ്യമുണ്ടോ അല്ലേ? ഞാൻ പറഞ്ഞതിനൊന്നും ആർക്കും സങ്കടമാവാൻ വേണ്ടിയല്ല കേട്ടോ. ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊരു ടിപ്സ് തന്നെ പറഞ്ഞതാണ്. ഓവറായിട്ട് ഇടണ്ടെന്ന് പറഞ്ഞത്, ഇത്രേ ഉള്ളൂ. എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഫുഡ് ഉണ്ടാക്കാനുണ്ട്. റാഗി മാൾട്ട് ഉണ്ടാക്കില്ലെങ്കിൽ ഞാൻ യെല്ലോ ജ്യൂസാണ്. എനിക്ക് എല്ലാത്തിനെക്കാട്ട് ഓർമ്മ എന്താ അറിയുക, ഫുഡിൻ്റെ കാര്യം കേട്ടോ. ഫുഡ് പിന്നെ പാർക്കിംഗ് നോക്കുക ഗൈസ്. പാർക്കിംഗ് അവിടെ ഫുള്ളാണ് പാർക്കിംഗ്. എല്ലാവരും ഗോൾഡ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഉമ്മ ഗോൾഡ് അട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിടിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഒരു റിങ് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ അതിൽ നിന്ന് പിടിപ്പിച്ചിട്ട് വേറെ പരിപാടി ചെയ്യും. അതാണ് പ്രശ്നം ഉമ്മേണ്ടത്. ഉമ്മാക്ക് ഗോൾഡൊന്നും നിൽക്കൂല കേട്ടോ. ഉമ്മക്ക് കുറച്ച് വീട്ടിൽ ബുദ്ധിമുട്ടായാലും ഉമ്മാൻ്റെ ഗോൾഡൊക്കെ ഷോപ്പിലേക്ക് പോകും. ഏട്ടത്തി കോൾ വിളിക്കുന്ന. ഹലോ, എന്താടി? ഉമ്മല്ല, ഉമ്മ അവിടെ ഇനി പോയിട്ട് നാളെ സൈഡ് പാർക്കിങ്ങിലുള്ളു ഗാഡി. నాకు సాటర్డే పోనలేడి ఒరమొత్తు పోనుగుండు. ಒರ್ಮೊತ್ತು ಸ್ಯಾಟರ್ಡೆ ಪೋನ್ಗುಂಡು. ಅಲ್ಲಲ್ಲ ಮುಡಿರ್ದು ಹೇರ್ ಇದು ಸ್ಟ್ರೈಟ್ನಿಂಗ್. ಅದು ಕೊಲಬರೇಷನ್. ഞങ്ങൾ വന്നിട്ടിത് വണ്ടിക്ക് പെട്ടെന്ന് തന്നെ എത്ര ബിസി ആയാലും വണ്ടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കവറിടണം. അതുപോലെ എത്ര തിരക്കുള്ള ആണെങ്കിലും നമുക്കത് കിട്ടേ പറ്റും. അതാണ് മണ്ട അവസ്ഥ. ആ ആ ആ ആ ആ നിൽക്കുക. ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയിട്ട് നയിച്ചിട്ട് നോക്കുക എങ്ങനെ ഉണ്ടോയെന്നുള്ളത്. കുറിസത്തില്ല, സബറില്ല. കീനിൻ്റെ ഇട്ടുണ്ടല്ലോ ഉത്തത്. നൈക്ക ഫാഷൻ ഷൂ അൺബോക്സിങ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നൈക്ക. ഇത് അൺബോക്സിങ് അറിയുന്നത് വേറെ ഒന്നുമില്ല. അൺബോക്സിങ് വീഡിയോ ചെയ്ത് നോക്കാം. ഞാൻ പൊട്ടിക്കുക തന്നെ കുറച്ച് ലൈറ്റായിട്ട് പൊട്ടിക്കുള്ളൂ. പിന്നെ എന്താ പറയുക, റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ബോക്സുകൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എനിക്ക് ബൂട്ട്സ് സൈസ് കിട്ടാറില്ല, അതുകൊണ്ടായിട്ട് ഞാൻ നൈക്കൽ വാങ്ങിയത്. പിന്നെ ഞാൻ ഇന്ന് വിയർ ചെയ്തില്ലേ, എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ലെഗ് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെ തന്നിട്ടുണ്ട്. ഒരു ബില്ല് തന്നിട്ടുണ്ട്, 2600 കേട്ടോ ബില്ല്. അയ്യോ, ഞാൻ ഓർഡർ ചെയ്തത് ഏതാണ്, വന്നത് വേറെ ആയപ്പോഴുണ്ടല്ലോ. എൻ്റെ കാൽ കാവോ ഇത്. ഞാൻ ഓർഡർ ചെയ്തത് ബ്രൗൺ കളറായിരുന്നു. നോക്കട്ടെ, നൈക്കൽ പോയിട്ട് ചെക്ക് ചെയ്യാം. വന്നത് ഇതാണ്. നോക്കാം, 2600 അഫോർഡബിൾ ആണ്. നല്ല ക്വാളിറ്റി പോലെ കാണുന്നുണ്ട്. നോക്കാം, നമുക്ക് കാൽ കിറ്റ് നോക്കാം, എൻ്റെ കാൽക്ക് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതും ആയില്ലെങ്കിൽ വേറെ ഓപ്ഷനൊന്നുമില്ല, ബാക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അടിപൊളി ഷൂസായത്, നല്ല ഷൂസാണേ. നോക്ക്, കണ്ടിട്ടപ്പോൾ നടന്നപ്പോൾ നോക്കട്ടെ, കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ വെച്ച് കാണിക്കാം. അത് അടിപൊളിയാണ് കേട്ടോ. കണ്ട, നല്ല രസമുണ്ട് ഇട്ടിട്ടാകുമ്പോൾ. കണ്ട ഷൂസ്, വാവ്, സഖത്ത് ഹോട്ട് മക.
പിന്നെ നല്ല രസമുള്ള ഷൂ കേട്ടോ. ഇട്ടിട്ട് നല്ല കംഫർട്ടബിൾ ഫീലുണ്ട്. ഞാൻ സൈസ് കിട്ടില്ല എന്ന് വിചാരിച്ചു, പക്ഷെ മാഷാഅല്ലാ നല്ല സൈസാണ്. ഞാൻ ഇതൊരുപാട് തപ്പി. ഞാനും മുമ്മിഞ്ഞാന്ന് പോയിട്ട് ഒരുപാട് ഷൂ ഷോപ്പിൽ തപ്പി. എനിക്കൊരു ബൂട്ട്സ് വേണം എന്നുള്ളത്. അപ്പോൾ എവിടെയും എനിക്ക് സൈസ് കിട്ടുന്നില്ല. എൻ്റെ കാല് വലുതാണ്, എനിക്ക് 8 സൈസ് ഇല്ലെങ്കിൽ 9 അങ്ങനെയൊക്കെ ആവും. പക്ഷേ ചിലത് 8 സൈസും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നൈക്കൽ വിളിപ്പിച്ചിട്ട് റിട്ടേൺ പോളിസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വിളിപ്പിച്ചത്. എന്തായാലും അൽഹംദുലില്ലാ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. അപ്പം ഞാനിന്ന് പോകുന്നത് ഒന്നും ഉണ്ടാക്കണം വയ്യ കൈസ്. അതുകൊണ്ട് ഉമ്മക്ക് മെത്തച്ചപ്പ് വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങണം, അതിനാണ് കേട്ടോ വന്നിട്ട്. ബായ് എന്തുണ്ടാക്കാൻ വയ്യ, കട്ട്ലറ്റ് അത് ഇതൊന്നൊക്കെ. ഇപ്പം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വാങ്ങാണ്. കിട്ടിയാൽ എന്തെങ്കിലും വാങ്ങാണ്. പിന്നെ ഞങ്ങൾക്ക് പണമ്പൂർ പോയ പലാവേ 4 മണിയായി. തീരെ വയ്യ കേട്ടോ, ഹെഡേക്ക് ആവുന്നുണ്ടോ. അപ്പം എനിക്ക് എന്തും ഉണ്ടാക്കാൻ വയ്യ എന്നാ കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഉമ്മ പറഞ്ഞോ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാണ്. അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ. എന്തെങ്കിലും പുറത്തു നിന്നാണ് ഇന്ന് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പുറത്തുനിന്ന് ഓയിൽ ഫുഡ് കഴിച്ചാലാവില്ല. പിന്നെ ചിക്കൻ കൊണ്ടുവരണം. ചിക്കനാണ് ഫോൺ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ വാങ്ങണം. അപ്പോൾ അങ്ങനെ അവിടുത്തെ പിന്നെ ഉമ്മക്ക് ചൊപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ചൊപ്പൊക്കെ വാങ്ങിയിട്ട് നേരെ വരാം. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. സ്കൂട്ടി എടുക്കാതെ 1 മാസമായിട്ടോ. 1 മാസം ഒരാഴ്ച കൊടുത്തേ ഇല്ല. എനിക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കണ്ടില്ല, എനിക്ക് കറണ്ട് ബില്ല് വന്നത് എത്രയാണ് ഈ മാസം? 4232 എൻ്റെ കറണ്ട് ബില്ല് വന്നത്. എന്തല്ലേ ഭയങ്കര വന്നു. കഴിഞ്ഞ വർഷം ഞാൻ പേ ചെയ്തതാണ്, ടു ബി പെയ്ഡ്. ബാക്കിയില്ല കേട്ടോ. ഞാൻ എല്ലാം ക്ലിയർ ചെയ്യും, നോക്കൂ. ബാക്കിയില്ല, എല്ലാം അപ്പം ക്ലിയർ ചെയ്യാം. ഈ മാസം ഭയങ്കര ചൂടാണ്. എങ്ങനെ ഇത്ര കറണ്ട് ബില്ല് വന്നത് എനിക്ക് തന്നെ അറിയില്ല. കഴിഞ്ഞ മാസമൊക്കെ 2000-3000 റുപ്യാണ് വന്നത്. ചൂടായത് കൊണ്ടായിരിക്കും. ചൂടായിട്ട് നമ്മൾ കറണ്ട് എത്തിച്ചത് കൊണ്ടായിരിക്കും. ഒരുപാട് ഞാനിവിടെ എടുക്കുന്നത് ഷോപ്പിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ പോകണം. ഇപ്പം എന്തെങ്കിലും ലോൺ തുറക്കണം, ഉണ്ടാക്കാൻ. ജ്യൂസ് സർബത്തൊക്കെ ഉമ്മ ഉണ്ടാക്കിക്കണം. കണ്ടില്ലേ, ഇവിടെ ഒരു നല്ലൊരു പിന്നയിലുണ്ടോ, നല്ല സ്മെല്ലുണ്ട് പിന്നയിൽ. അത് നല്ലതാണ്. പിന്നെ ഉമ്മാണ് കേട്ടോ എല്ലാ പ്രിപ്പറേഷൻ. ഉമ്മാൻ്റെ പ്രിപ്പറേഷൻ ആണ്. കുറച്ച് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അവസ്ഥ നോക്കും. ഹോട്ടൽ പോലെയാണ് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ തൊലിയൊക്കെ. ഇന്നുമ്മ ഒത്തക്ക, പിന്നെ ചിപ്പട്, ഇതെന്തിന് പൈനാപ്പിൾ അല്ലേ, പൈനാപ്പിൾ. അപ്പം ഞാനിവിടെ എന്താക്കി കുട്ടികൾക്ക് കബാബ. ഈസി മെത്തേഡ്, 5 മിനിറ്റിൻ്റെ പണിയാണ്. ഇല്ലെങ്കിൽ അവർ ചിക്കനിൻ്റെ ചോദിക്കല്ലോ എന്തൊക്കെ ചെയ്യാം. അത് കടിത്താന്ന് പറയട്ടെ. അപ്പോൾ ഇവിടെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത്. സംടൈംസ് ഞാൻ ഇങ്ങനെ പിസ്സ പോലെ ഉണ്ടാക്കി കൊടുക്കും, സംടൈംസ് ഇങ്ങനെ പ്ലെയിൻ കൊടുക്കും. കണ്ടില്ലേ, കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇങ്ങനെ പൊരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ബബിൾസ് വരുന്നത്. അപ്പോൾ എനിക്ക് പേടി എന്തുണ്ട്, ഇത് കുറച്ചിങ്ങനെ അപ്പല്ലേ സ്ലിപ്പായി വീലോന്നുള്ള പേടി.
നമ്മുടെ കേജ് കബാബ് കുട്ടികൾക്ക് ഇഷ്ടമല്ല കേജ് കബാബ് തോലറത് വേസ്റ്റ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോമ്പ് സമയത്ത് ഫ്രൂട്ട്സ് ഉണ്ട് നമ്മുടെ കേജ് കബാബ് ഇത് ബാംഗ്ലൂർ സ്പെഷ്യലാണ് കേട്ടോ കേജ് കബാബ് ഇതെനിക്ക് ഏട്ടത്തെയാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അതിനുശേഷം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേജ് കബാബ് കഴിക്കാൻ ഇവിടെ ചായ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചായ ചിക്കൻ കുറച്ച് കബാബ് എടുത്തുകൊണ്ട് കുട്ടികൾ കൊണ്ടുപോയി ഡേറ്റ്സിലൂടെയാണ് ഞമ്മൾ നോമ്പ് തുറക്കാറ് കേട്ടോ ഇസു കൊടുത്തരാ കുടി ഇസ ജ്യൂസ് വേണ്ടേ ഇസു നീ എത്ര ജ്യൂസ് കൊടുത്തേ അത് നാത്ര ഇത് നിക്ക് നമുക്ക് എടുത്തല്ലേ അമ്മയുടെ ഗ്രേപ്പ് ജ്യൂസ് ഇട്ടിത് എനിക്ക് ഫേവറേറ്റ് പൈനാപ്പിൾ ആപ്പിൾ ഇത് മക്കവും ബിരിയാണിയും എല്ലാം നോക്കിച്ച് ബണ്ണിക്കെടുത്തീங்க നോമ്പൂല വേണ്ടു അങ്ങ ಬಾವಿನ ಮಾತ್ರ ತಿಂದೆ അപ്പം നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞു ഇന്നത്തെ വീഡിയോസ് ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ചായൻ്റെ കൂടെ കഴിക്കുന്നത് കബാബാണ് സ്പെഷ്യൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഉണ്ടാവില്ല അതേപോലെ നമുക്കൊരു സ്പെഷ്യൽ